ഹലോ ഫ്രണ്ട്സ്, GK മലയാളത്തിലേക്ക് സ്വാഗതം. 2024 സെപ്റ്റംബർ 22 മുതൽ 28 വരെയുള്ള ആനുകാലിക വിവരങ്ങൾ. ഇന്ത്യൻ വ്യോമസേനയുടെ പുതിയ മേധാവിയായി ചുമതലയേറ്റത് ആര്? ഇന്ത്യൻ വ്യോമസേനയുടെ പുതിയ മേധാവി. ഉത്തരം എയർ മാർഷൽ അമർപ്രീത് സിംഗ്. ഇന്ത്യൻ വ്യോമസേനയുടെ 28ാമത്തെ മേധാവിയാണ് അമർപ്രീത് സിംഗ്. നിലവിലെ വ്യോമസേനാ മേധാവിയായ VR ചൗധരിയുടെ കാലാവധി അവസാനിച്ചതിനെ തുടർന്നാണ് അമർപ്രീത് സിംഗ് നിയമിതനായത്. ലോകത്താദ്യമായി ബഹിരാകാശത്ത് നടന്ന ശാസ്ത്രജ്ഞരല്ലാത്ത സാധാരണക്കാർ. ഉത്തരം ജാരദ് ഐസക്മാൻ, സാറ ഗില്ലിസ്. ജാരദ് ഐസക്മാൻ, സാറ ഗില്ലിസ് എന്നിവരാണ് ലോകത്താദ്യമായി ബഹിരാകാശത്ത് നടന്ന ശാസ്ത്രജ്ഞരല്ലാത്ത സാധാരണക്കാർ. ഇലോൺ മസ്കിന്റെ ബഹിരാകാശ കമ്പനിയായ സ്പേസ് എക്സിന്റെ പൊളാരിസ് ഡോൺ എന്ന ദൗത്യത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ് ബഹിരാകാശ നടത്തം. മുതിർന്ന പൗരന്മാർക്ക് ചികിത്സാ സഹായം നൽകുന്ന കേന്ദ്ര സർക്കാർ പദ്ധതി. മുതിർന്ന പൗരന്മാർക്കുള്ള ചികിത്സാ സഹായം നൽകുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയുടെ പേര്. ഉത്തരം ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. 70 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും 5 ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സാ പദ്ധതിയാണ് ഇത്. 2024 സെപ്റ്റംബറിൽ അന്തരിച്ച പ്രശസ്ത മലയാള സിനിമാ നടി. 2024 സെപ്റ്റംബറിൽ അന്തരിച്ച പ്രശസ്ത മലയാള സിനിമാ നടി ആര്? ഉത്തരം കവിയൂർ പൊന്നമ്മ. മലയാള സിനിമയിലെ അമ്മ വേഷങ്ങളിലൂടെ മലയാളികൾക്ക് സുപരിചിതയായ നടിയാണ് കവിയൂർ പൊന്നമ്മ. കവിയൂർ പൊന്നമ്മ അഭിനയിച്ച ആദ്യ നാടകം മൂലധനം. ആദ്യ സിനിമ ശ്രീരാമ പട്ടാഭിഷേകം. പ്രശസ്ത സാഹിത്യകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ സ്മാരകമായ ആകാശമിട്ടായി നിലവിൽ വരുന്നത് എവിടെയാണ്? വൈക്കം മുഹമ്മദ് ബഷീറിന്റെ സ്മാരകമായ ആകാശമിട്ടായി നിലവിൽ വരുന്നത്. ഉത്തരം ബേപ്പൂർ. ഡൽഹിയുടെ പുതിയ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റത് ആര്? ഡൽഹിയുടെ പുതിയ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റത്. ഉത്തരം അതിഷി മർലേന സിംഗ്. ഡൽഹി മുഖ്യമന്ത്രിയായിരുന്ന അരവിന്ദ് കെജ്രിവാൾ രാജിവെച്ചതിനെ തുടർന്നാണ് അതിഷി ഡൽഹിയുടെ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റത്. ഡൽഹിയുടെ മുഖ്യമന്ത്രിയാവുന്ന 3ാമത്തെ വനിതയാണ് അതിഷി. ഡൽഹിയുടെ ആദ്യ വനിതാ മുഖ്യമന്ത്രി സുഷമ സ്വരാജ്, 2ാമത്തെ വനിതാ മുഖ്യമന്ത്രി ഷീല ദീക്ഷിത്. ഡൽഹി മുഖ്യമന്ത്രിയാവുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയും ആം ആദ്മി പാർട്ടിയുടെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രിയുമാണ് അതിഷി. ദി ലാസ്റ്റ് ഓഫ് ദ സീ വുമൺ എന്ന ഡോക്യുമെന്ററിയുടെ നിർമ്മാതാവ് ആര്? ദി ലാസ്റ്റ് ഓഫ് ദ സീ വുമൺ എന്ന ഡോക്യുമെന്ററിയുടെ നിർമ്മാതാവ്. ഉത്തരം മലാല യൂസഫ്സായി. ഡോക്യുമെന്ററി സംവിധാനം ചെയ്തത് കൊറിയൻ അമേരിക്കൻ സംവിധായികയായ സു കിം. ദക്ഷിണ കൊറിയയിലെ ജേജു ദ്വീപിലെ മുങ്ങൽ വിദഗ്ധരായ സ്ത്രീകളുടെ കഥ പറയുന്ന ഡോക്യുമെന്ററിയാണ് ദി ലാസ്റ്റ് ഓഫ് ദ സീ വുമൺ. ഹേന്യോ എന്ന് വിളിക്കപ്പെടുന്ന ഈ വനിതകൾ യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. വയോസേവന പുരസ്കാരം 2024 മികച്ച നഗരസഭയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഉത്തരം തിരുവനന്തപുരം. മികച്ച ജില്ലാ പഞ്ചായത്തായി തിരഞ്ഞെടുക്കപ്പെട്ടത് മലപ്പുറം. മികച്ച മുനിസിപ്പാലിറ്റിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് കൊയിലാണ്ടി. 2024 വയോസേവന പുരസ്കാരം മികച്ച ബ്ലോക്ക് പഞ്ചായത്തുകളായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഉത്തരം വൈക്കം ബ്ലോക്ക് പഞ്ചായത്ത്, കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത്. മികച്ച പഞ്ചായത്തുകളായി തിരഞ്ഞെടുക്കപ്പെട്ടത് കാസർകോട്ട് ജില്ലയിലെ പീലിക്കോട്, കണ്ണൂർ ജില്ലയിലെ കതിരൂർ എന്നിവയാണ് 2024 വയോസേവന പുരസ്കാരം ലഭിച്ച മികച്ച പഞ്ചായത്തുകൾ. 2024 വയോസേവന പുരസ്കാരത്തിൽ ആജീവനാന്ത സംഭാവനയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചവർ: സംഗീതജ്ഞനായ വിദ്യാധരൻ മാസ്റ്റർ, കൂടിയാട്ട കലാകാരനായ വേണുജി എന്നിവർക്കാണ് ആജീവനാന്ത സംഭാവനയ്ക്കുള്ള വയോസേവന പുരസ്കാരം ലഭിച്ചത്. ശ്രീലങ്കയുടെ പുതിയ പ്രസിഡന്റായി ചുമതലയേറ്റത് ആര്? ശ്രീലങ്കയുടെ പുതിയ പ്രസിഡന്റായി ചുമതലയേറ്റത്. ഉത്തരം അനുര കുമാര ദിസനായകെ. ശ്രീലങ്കയുടെ 10ാമത്തെ പ്രസിഡന്റാണ് അനുര കുമാര ദിസനായകെ.
കേന്ദ്രഭരണ പ്രദേശമായ ആൻഡമാൻ നിക്കോബാറിന്റെ തലസ്ഥാനമായ പോർട്ട് ബ്ലെയറിന്റെ പുതിയ പേര്. കേന്ദ്രഭരണ പ്രദേശമായ ആൻഡമാൻ നിക്കോബാറിന്റെ തലസ്ഥാനമായ പോർട്ട് ബ്ലെയറിന്റെ പുതിയ പേര്. ഉത്തരം ശ്രീവിജയപുരം. കൊളോണിയൽ മുദ്രകൾ ഇല്ലാതാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പേരുമാറ്റിയത്. 2024 സെപ്റ്റംബറിൽ പ്രസിദ്ധീകരണത്തിന്റെ 50-ാം വാർഷികം ആചരിക്കുന്ന ചെറുകാടിന്റെ ആത്മകഥ. 2024 സെപ്റ്റംബറിൽ പ്രസിദ്ധീകരണത്തിന്റെ 50-ാം വാർഷികം ആചരിക്കുന്ന ചെറുകാടിന്റെ ആത്മകഥയുടെ പേര്. ഉത്തരം ജീവിതപ്പാത. ചെറുകാടിന്റെ യഥാർത്ഥ പേര് ഗോവിന്ദ പിഷാരടി എന്നാണ്. 1976-ൽ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരം ലഭിച്ച കൃതിയാണ് ജീവിതപ്പാത. ഇന്ത്യയിലെ ആദ്യ QR അധിഷ്ഠിത നാണയ മെഷീൻ സ്ഥാപിച്ച നഗരം ഏത്? ഇന്ത്യയിലെ ആദ്യത്തെ QR അധിഷ്ഠിത നാണയ മെഷീൻ സ്ഥാപിച്ച നഗരം. ഉത്തരം കോഴിക്കോട്. മെഷീൻ സ്ഥാപിച്ചത് ഫെഡറൽ ബാങ്ക്. UPI സംവിധാനത്തിലൂടെ പണം നൽകിയാൽ പകരം തത്തുല്യമായ തുകയ്ക്ക് നാണയം ലഭ്യമാക്കുന്ന സംവിധാനമാണ് ഇത്. ഓൺലൈൻ ക്ലാസ് മുറി എന്ന ആശയത്തോടെ വിദ്യാഭ്യാസ വകുപ്പ് ഒരുക്കിയ പോർട്ടൽ. ഓൺലൈൻ ക്ലാസ് മുറി എന്ന ആശയത്തോടെ വിദ്യാഭ്യാസ വകുപ്പ് ഒരുക്കിയ പോർട്ടൽ. ഉത്തരം സമഗ്ര പ്ലസ്. ക്ലാസ്സിൽ പഠിപ്പിച്ച കാര്യങ്ങൾ വീഡിയോ രൂപത്തിൽ എത്തിക്കാനാണ് വിദ്യാഭ്യാസ വകുപ്പ് സമഗ്ര പ്ലസ് എന്ന പോർട്ടൽ ഒരുക്കിയത്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ സ്കൈ ഡെക്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ സ്കൈ ഡെക്ക് നിലവിൽ വരുന്നത്. ഉത്തരം ബംഗളൂരു. വയനാട് ദുരിതബാധിത മേഖലയിൽ യുവാക്കൾക്ക് സൗജന്യമായി നൈപുണ്യ പരിശീലനം നൽകാൻ രാജ്യാന്തര സ്കിൽ സെന്റർ സ്ഥാപിക്കുന്ന യൂണിവേഴ്സിറ്റി ഏത്? ഉത്തരം ജെയിൻ യൂണിവേഴ്സിറ്റി. കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ചയുടെ അനുഭവം നൽകാൻ സഹായിക്കുന്ന ഉപകരണം നിർമ്മിക്കുന്ന കമ്പനി. കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ചയുടെ അനുഭവം നൽകാൻ സഹായിക്കുന്ന ഉപകരണം നിർമ്മിക്കുന്ന കമ്പനി ഏത്? ഉത്തരം ന്യൂറാലിങ്ക്. ഉപകരണങ്ങൾക്ക് നൽകിയിരിക്കുന്ന പേര് ബ്ലൈൻഡ് സൈറ്റ് എന്നാണ്. ഇലോൺ മസ്കിന്റെ കമ്പനിയാണ് ന്യൂറാലിങ്ക്. സർദാർ സരോവർ അണക്കെട്ടിൽ നിന്ന് വെള്ളം ഗ്രാമങ്ങളിലേക്ക് കയറി തുടങ്ങിയതായി ആരോപിച്ച് ജലസത്യാഗ്രഹം നടത്തിയ നർമ്മദ ബച്ചാവോ ആന്തോളൻ നേതാവ് ആര്? സർദാർ സരോവർ അണക്കെട്ടിൽ നിന്ന് വെള്ളം ഗ്രാമങ്ങളിലേക്ക് കയറി എന്നാരോപിച്ച് ജലസത്യാഗ്രഹം നടത്തിയ നർമ്മദ ബച്ചാവോ ആന്തോളൻ നേതാവ്. ഉത്തരം മേധാ പട്കർ. മധ്യപ്രദേശിലെ ബർവാനി ജില്ലയിലാണ് മേധാ പട്കർ ജലസത്യാഗ്രഹം നടത്തിയത്. യാഗി ചുഴലിക്കാറ്റ് ബാധിച്ച രാജ്യങ്ങൾക്ക് സഹായം നൽകുന്നതിനായി ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ. ഉത്തരം ഓപ്പറേഷൻ സദ്ഭാവന. ഏഷ്യയിലെ ആദ്യ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനം നിലവിൽ വന്ന ഇരവികുളം ദേശീയോദ്യാനം ഏതു ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഇടുക്കി. ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിലാണ് ഇരവികുളം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൽ വ്യവസായ സ്മാർട്ട് സിറ്റി പദ്ധതി ആരംഭിക്കുന്ന ജില്ല ഏത്? കേരളത്തിൽ വ്യവസായ സ്മാർട്ട് സിറ്റി പദ്ധതി ആരംഭിക്കുന്ന ജില്ല. ഉത്തരം പാലക്കാട്. സാമ്പത്തികമായി പിന്നാക്കമുള്ള കുടുംബത്തിലെ ഭിന്നശേഷിക്കാരെ സംരക്ഷിക്കുന്ന രക്ഷിതാക്കൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്താൻ സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതി. സാമ്പത്തികമായി പിന്നാക്കമുള്ള കുടുംബത്തിലെ ഭിന്നശേഷിക്കാരെ സംരക്ഷിക്കുന്ന രക്ഷിതാക്കൾക്ക്, സ്ത്രീകൾക്കാണ് മുൻഗണന, സ്വയം തൊഴിൽ കണ്ടെത്താൻ സാമ്പത്തിക ധനസഹായം നൽകുന്ന പദ്ധതി. ഉത്തരം സ്വാശ്രയ. സ്വാശ്രയ പദ്ധതി. കേന്ദ്ര സർക്കാരിന്റെ വിജ്ഞാൻ യുവ ശാന്തി സ്വരൂപ് ഭട്നഗർ പുരസ്കാരത്തിന് അർഹനായ മലയാളി ആര്? കേന്ദ്ര സർക്കാരിന്റെ വിജ്ഞാൻ യുവ ശാന്തി സ്വരൂപ് ഭട്നഗർ പുരസ്കാരത്തിന് അർഹനായ മലയാളി. ഉത്തരം ഡോക്ടർ അഭിലാഷ്. കേന്ദ്ര ജലശക്തി മന്ത്രാലയം സംഘടിപ്പിച്ച പ്രഥമ അഖിലേന്ത്യാ ജലസമ്മേളനത്തിന്റെ വേദി എവിടെയാണ്? പ്രഥമ അഖിലേന്ത്യാ ജലസമ്മേളനത്തിന്റെ വേദി.
ഉത്തരം ഭോപ്പാൽ. മധ്യപ്രദേശിലെ ഭോപ്പാലിൽ വെച്ചാണ് പ്രഥമ അഖിലേന്ത്യാ ജലസമ്മേളനം നടക്കുന്നത്. 2024 സെപ്റ്റംബർ കേന്ദ്ര ധനകാര്യ സെക്രട്ടറിയായി നിയമിതനായത് ആര്? കേന്ദ്ര ധനകാര്യ സെക്രട്ടറിയായി നിയമിതനായ വ്യക്തി. ഉത്തരം തുഹിൻ കാന്ത പാണ്ഡെ. കുട്ടികളുടെ നഗ്നദൃശ്യങ്ങൾ ഇന്റർനെറ്റിൽ തിരയുകയും ശേഖരിക്കുകയും കൈമാറ്റം ചെയ്യുകയും ചെയ്യുന്നവർക്കെതിരെ പോലീസ് നടത്തുന്ന പരിശോധന. കുട്ടികളുടെ നഗ്നദൃശ്യങ്ങൾ ഇന്റർനെറ്റിൽ തിരയുകയും ശേഖരിക്കുകയും കൈമാറ്റം ചെയ്യുകയും ചെയ്യുന്നവർക്കെതിരെ പോലീസ് നടത്തുന്ന പരിശോധന. ഉത്തരം ഓപ്പറേഷൻ പി ഹണ്ട്. സ്വകാര്യ സർക്കാർ മേഖലകളിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് ഒരു ദിവസം ആർത്തവ അവധി പ്രഖ്യാപിച്ച സംസ്ഥാനം. സ്വകാര്യ സർക്കാർ മേഖലകളിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് ഒരു ദിവസം ആർത്തവ അവധി പ്രഖ്യാപിച്ച സംസ്ഥാനം ഏത്? ഉത്തരം ഒഡീഷ. കേരളത്തിൽ ആദ്യമായി ആർത്തവ അവധി പ്രഖ്യാപിച്ച സർവകലാശാലയാണ് കുസാറ്റ്. ക്ഷേത്രങ്ങൾ, മഠങ്ങൾ, ട്രസ്റ്റുകൾ എന്നിവയുടെ രജിസ്ട്രേഷൻ നിർബന്ധമാക്കിയ സംസ്ഥാനം ഏത്? ക്ഷേത്രങ്ങൾ, മഠങ്ങൾ, ട്രസ്റ്റുകൾ എന്നിവയുടെ രജിസ്ട്രേഷൻ നിർബന്ധമാക്കിയ സംസ്ഥാനം. ഉത്തരം ബീഹാർ. ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലം നിലവിൽ വന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലം നിലവിൽ വന്നത്. ഉത്തരം പാമ്പൻ റെയിൽവേ പാലം. സ്റ്റെയിൻലെസ് സ്റ്റീൽ മേഖലയിൽ ഇന്ത്യയിലെ ആദ്യ ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ് സ്ഥാപിച്ച സംസ്ഥാനം ഏത്? ഉത്തരം ഹരിയാന. ഹരിയാനയിലെ ഹിസാർ എന്ന സ്ഥലത്താണ് ഇന്ത്യയിലെ ആദ്യ ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ് സ്ഥാപിച്ചത്. സ്റ്റെയിൻലെസ് സ്റ്റീൽ വ്യവസായത്തിനുള്ള ലോകത്തിലെ ആദ്യത്തെ ഓഫ് ഗ്രിഡ് ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റും മേൽക്കൂരയും ഫ്ലോട്ടിംഗ് സോളാറുമുള്ള ലോകത്തിലെ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റാണ് ഇത്. വദ്വാൻ തുറമുഖം നിലവിൽ വരുന്ന സംസ്ഥാനം ഏത്? വദ്വാൻ തുറമുഖം നിലവിൽ വരുന്ന സംസ്ഥാനം. ഉത്തരം മഹാരാഷ്ട്ര. 50,000 കേസുകൾ തീർപ്പാക്കി എന്ന അപൂർവ നേട്ടം കൈവരിച്ച കേരള ഹൈക്കോടതി ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ്. ഉത്തരം എ മുഹമ്മദ് മുഷ്താഖ്. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് 2024 വൈജ്ഞാനിക പുരസ്കാരങ്ങളിൽ NV കൃഷ്ണവാര്യർ സ്മാരക വൈജ്ഞാനിക പുരസ്കാരത്തിന് അർഹനായത് ആര്? 2024 NV കൃഷ്ണവാര്യർ സ്മാരക വൈജ്ഞാന പുരസ്കാരത്തിന് അർഹനായത്. ഉത്തരം PN ഗോപികൃഷ്ണൻ. ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ കഥ എന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത്. ഫ്രാൻസിന്റെ പുതിയ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഫ്രാൻസിന്റെ പുതിയ പ്രധാനമന്ത്രി. ഉത്തരം മിഷേൽ ബാർണിയ. ആധുനിക ഫ്രാൻസിന്റെ ചരിത്രത്തിൽ ഏറ്റവും പ്രായമേറിയ പ്രധാനമന്ത്രിയാണ് മിഷേൽ ബാർണിയ. ഇന്ത്യയിലെ ഏറ്റവും മികച്ച വ്യവസായ സൗഹൃദ സംസ്ഥാനം എന്ന നേട്ടം സ്വന്തമാക്കിയ സംസ്ഥാനം ഏത്? ഇന്ത്യയിലെ ഏറ്റവും മികച്ച വ്യവസായ സൗഹൃദ സംസ്ഥാനം എന്ന നേട്ടം സ്വന്തമാക്കിയ സംസ്ഥാനം. ഉത്തരം കേരളം.